ഈ ഈവനിങ് ടൈം ആകുമ്പോൾ ഇപ്പൊ നാട്ടിലത്തെ നമ്മളെ ചൂടോടെയുള്ള പപ്സും സമൂസേനൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം നാട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോ എന്തേലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കലേ നിവർത്തിയുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കിയാലോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പറയുമ്പോ അതിനൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ മൈദയും ഡാൽഡയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് അല്ല ഇത്. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ഇന്ന് മൈദക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ് മുട്ട പപ്സ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത്. അപ്പൊ തുടങ്ങാം. അപ്പൊ ഞാനിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മാക്സിമം ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, കാരണം ഇവിടെ അധികം ആള് കഴിക്കാനൊന്നുമില്ല, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 4 പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്റെ കയ്യിൽ ഇപ്പം ബട്ടറിലുകൊണ്ടാണ് ഞാൻ ബട്ടർ ആഡ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്. എപ്പം പപ്സ് കഴിക്കുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്നെസ് അതിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം ഇനി ഞാൻ സോൾട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ സോൾട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സാധനം വെച്ചിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം. അതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം വെച്ചിട്ട് അത് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഞാൻ ആ ഒരു മിക്സ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളമാണ്, ഞാൻ നോർമൽ വാട്ടർ എടുത്തിട്ടുള്ളത്, ഞാൻ ചൂടുവെള്ളം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നോർമൽ വാട്ടർ വെച്ചിട്ട് ഞാൻ ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു ചപ്പാത്തിയുടെ ഒരു ഡോന്റെ ഒരു ടൈപ്പിൽ ആക്കിയെടുക്കാൻ പോകും. അപ്പൊ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളെ നോർമൽ ചപ്പാത്തിയുടെ ആ ഒരു ഇതിനേക്കാൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന്റെ മുകളിൽ കുറച്ചൊന്ന് നെയ്യൊന്ന് പരത്തിയിട്ട് ഇത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്നത്. ഒരു 10 മിനിറ്റോളം മതി. ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ മസാല ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഞാൻ പരത്തട്ടെ. ഞാൻ എൻ്റെ ദോശക്കൊക്കെ ചെയ്യുന്ന എൻ്റെ നെയ്യിൻ്റെ പാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ തേച്ച് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഡോ ഇതിന്റെ ഉള്ളിലുണ്ട്, ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് വേഗം മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പൊ മസാല ആക്കുന്നതിന് മുന്നേ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇവിടെ മുട്ടയും 2 പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 4 പപ്സ് ആക്കുന്നതുകൊണ്ട് 2 മുട്ട നമ്മൾ ഹാഫ് ആക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഞാൻ ഇവിടെ മുറിച്ച് വെച്ച കറിവേപ്പിലാണ് ആഡ് ചെയ്യുന്നത്. ഒരു 5-6 ഇല ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാനിവിടെ നേർങ്ങനെ ഒരു 3 ചെറിയ ഉള്ളിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത്. അപ്പോൾ ഞാൻ ഒരു 3 ഉള്ളിയാണ് ആഡ് ചെയ്യുന്നത്. നേർങ്ങനെ അരിഞ്ഞതാട്ടോ. ഇത് അധികം കട്ടിയിൽ അരിഞ്ഞിട്ട് എടുക്കരുത്. ഈ ഉള്ളി ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി, നിങ്ങളെ ഒരു പേസ്റ്റ് ഇല്ലാന്നാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഭയങ്കര നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. കാരണം അതിലിങ്ങനെ കടിക്കുമ്പോൾ അതൊരു കുത്തലായിട്ട് വരും. ഈ ഉള്ളി ഒന്ന് വാടുന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം മസാലയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതൊരു 1/4 ടീസ്പൂണാണ് സോൾട്ട് എടുക്കുന്നത്. കുറച്ച് മസാല ഇല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ സോൾട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മസാലാസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചേർക്കുന്നത്, ഞാൻ ഇവിടെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗരം മസാലയാണ് അവൈലബിൾ എങ്കിൽ അതും എടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഇത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഞാൻ 1/2 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഇത് മുളക് പൊടിയാണ്, 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇത് കുരുമുളക് പൊടിയാണ്,
അത് ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ തക്കാളി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ചിലവരൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് പൊതുവേ നമ്മൾ ഈ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പപ്സിന്റെ ഉള്ളിൽ മസാലയിൽ തക്കാളി അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാവാറില്ല. അതുകൊണ്ട് തക്കാളി ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതിനെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് വെള്ളമായിട്ട്, ഇത് നല്ലൊരു ഇങ്ങനെ ഒരു പേസ്റ്റ് ടൈപ്പിലാണ് നമുക്ക് ആ ഒരു മസാല വേണ്ടത്. നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞിട്ട് കിട്ടണം. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. നമുക്ക് കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മസാലയൊക്കെ നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ആ നേരത്തെ ഒഴിച്ച ആ വെള്ളത്തിന്റെ ഒപ്പം കുറച്ചും കൂടി ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1/2 ടേബിൾ സ്പൂണും കൂടിയിട്ട്. അപ്പൊ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡോ ആണിത്. ഇത് ഞാൻ ഇങ്ങനെ നല്ല മീൻസ് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണല്ലോ. അപ്പൊ അതില് പഞ്ചസാരയും ആ ബട്ടറൊക്കെ ആ റൂം ടെമ്പറേച്ചറിലെല്ലാം മെൽട്ടായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ ചെറിയ ചെറിയ പോർഷൻ ആക്കി എടുത്തിട്ട് ചപ്പാത്തിക്ക് നമ്മൾ ഉരുളയാക്കൂലേ അതുപോലെ ആക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ചപ്പാത്തി ആക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഉരുള എടുത്തിട്ട് ചെറുങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടി യൂസ് ചെയ്തിട്ട് ചപ്പാത്തി പോലെ പരത്തി എടുക്കുന്നു. നമ്മൾ ആദ്യം ഈ ചെറിയ ചെറിയ ബോൾസ് കൊണ്ടാക്കുന്ന ചപ്പാത്തി ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം നേരിങ്ങനെ ചപ്പാത്തി രീതിയിൽ ആക്കിയിട്ടെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ചെറിയ ബോളാക്കിയോണ്ട് എനിക്ക് കിട്ടുന്ന ചപ്പാത്തിയുടെ ഒരു വലിപ്പം ഇതാണ്. ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പൂരിയുടെ ഒരു സൈസിലാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പൊ ഞാനിവിടെ ഒരു 7 ചപ്പാത്തി ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഷേപ്പ് ഒന്നും അങ്ങനെ ഭയങ്കര ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വരത്തിയെടുത്തതാണ്. ഒരു പൂരിയുടെ സൈസിലാണ് വരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതെന്തിനാ ഞാൻ ചെയ്ത് വെച്ചാല് ഇതിപ്പോ ഞാൻ ഒരു 7 ലെയറിലാണ് ആക്കാൻ പോകുന്നത്. നമുക്ക് പപ്സ് കഴിക്കുമ്പോ അറിയാലോ, ഇങ്ങനെ ഓരോ ലെയറിലാണ് ഉണ്ടാവുക. അതാണ് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഒരു ചപ്പാത്തി എടുക്കുക, എന്നിട്ട് നമ്മൾ നെയ്യ് അതിന്റെ മുകളിൽ കുറച്ച് പുരട്ടി കൊടുക്കുക. ഇതെന്തിനാ വെച്ചാല് ഓരോ ചപ്പാത്തി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ വെക്കാൻ പോവാ. അപ്പൊ അത് നന്നായിട്ട് അങ്ങ് പറ്റിയിട്ട് അത് ഒന്നായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നെയ്യ് പുരട്ടിയതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഇതിന്റെ മുകളിലൊന്ന് വെതറി കൊടുക്കുക. അടുത്ത ചപ്പാത്തി എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെക്കാൻ പോകുന്ന ചപ്പാത്തി പരത്തുമ്പോൾ എല്ലാം ഏകദേശം ഒരു ഷേപ്പൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, ഏകദേശം ഒരു സൈസിൽ പരത്താൻ നോക്കുക. ഇതിന്റെ മുകളിൽ വീണ്ടും ഞാൻ നെയ്യാക്കാൻ പോവാം. വീണ്ടും ഗോതമ്പ് പൊടി വെതറാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് 7 ലെയേഴ്സും വെക്കാൻ പോവാണ്. അപ്പൊ ഞാൻ 7 ലെയേഴ്സും വെച്ച് കഴിഞ്ഞു. ഇനി എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ മുകളിൽ കുറച്ച് നെയ്യും പൊടിയും ആക്കിയിട്ടുണ്ട് ഞാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനി നന്നായിട്ട് പരത്തിയെടുക്കുക. ഇത് എപ്പോൾ പരത്തുമ്പോൾ ഈ ലെയേഴ്സ് പരത്തുന്ന സമയത്ത് ഒരു ചതുരാകൃതിയിൽ പരത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം നമുക്കത് ലാസ്റ്റ് കട്ട് ചെയ്യുമ്പം വേസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പോകുന്നത് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റി ഇത് പരത്തി എൻ്റെ ചപ്പാത്തി പലയിൽ നിന്ന് പുറത്തേക്ക് വരെ പോയിട്ടുണ്ട്. അപ്പൊ മാക്സിമം നേരിയ രീതിയിൽ തന്നെ പരത്താൻ നോക്കുക. അപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് കണ്ട ആ ഒരു സ്ക്വയർ ഇതിലാണ് ഞാൻ പരത്തിയിട്ട് എടുത്തിട്ടുള്ളത്, ഒരുപാട് റൗണ്ട് ആക്കിയിട്ടില്ല. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ സൈഡ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റാം. അപ്പൊ നമ്മുടെ 4 ഷീറ്റ് എടുത്തതിന്റെ ബാക്കിയുള്ള സൈഡിൽ നിന്നൊക്കെ പോയ സാധനമാണിത്. അപ്പൊ ഇത് ഉരുട്ടിയെടുത്തപ്പോ ഇങ്ങനെ ഒരു ചെറിയൊരു ഉണ്ട കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ആക്ച്വലി ഒരു 2 ഷീറ്റ് കൂടി നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് നിങ്ങൾ ആക്കുകയാണെങ്കിൽ ഒരു 6 പപ്സ് 7 പപ്സ് വരെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിപ്പോ ആക്കുന്നില്ല, കാരണം ഇവിടെ തിന്നിട്ട് തീർക്കാൻ ഇവിടെ ആരുമില്ല. ഇത് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പൊ ഞാൻ ഇതവിടെ സൈഡിൽ മാറ്റി വെക്കാണ്. അപ്പൊ ഇനി നമുക്ക് ഈ 4 ഷീറ്റ് വെച്ചിട്ട് പപ്സ് നമുക്ക് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ഒന്നാമത്തെ ലെയർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി പല വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നീട്ടി കൊടുക്കാണ്. കാരണം ഇത് കുറച്ചൊന്ന് ചെറുതായിട്ടുള്ളത്. അതൊന്ന് നമ്മളൊന്ന് വലിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ കുറച്ചും കൂടി വലിയൊരു ഷീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഫോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാനിനി
നമ്മുടെ മസാല നേരത്തെ ആക്കി വെച്ച മസാല ആഡ് ചെയ്യാണ്. ഒരുപാട് മസാല ആഡ് ചെയ്യണ്ട, മുട്ടയും മസാലയും ഒരു കുറച്ച് മാത്രം മതി. ശേഷം ഞാനിവിടെ മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പുഴുങ്ങിയ മുട്ട പകുതിയായിട്ട്. അപ്പം അതിവിടെ ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക, ഈ 2 കോർണർ സൈഡ് എടുത്തിട്ട് ഒന്നിവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ പറ്റി നിൽക്കുന്നില്ല എന്നാണെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഇവിടെ പറ്റി നിന്നോളും. അടുത്തത് ഈ ഒരു കോർണർ എടുത്ത് ഇവിടെ പറ്റിച്ചിട്ട് ഇതും കൂടി ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ ഈ കോർണറിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓയിൽ വെച്ചിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓയിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മസാല ചിലപ്പം പുറത്തേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല പരത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ചെറിയ ചെറിയ പപ്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, വലിയ പപ്സ് അല്ല. നിങ്ങൾക്ക് നമ്മുടെ ആ ഷീറ്റ് കുറച്ചും കൂടി വലുതാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ പപ്സ് ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഒന്നാമത്തെ പപ്സിൻ്റെ ഫില്ല് ചെയ്തിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം ഒന്ന് ആക്കിയെടുക്കാൻ പോവാം. അപ്പം ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ നോർമലി കറിയൊക്കെ വെക്കുന്ന ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇവിടെ ബട്ടർ പേപ്പറൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഓയിൽ കുറച്ച് അധികം എടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ആ അടിഭാഗം ഒന്ന് ശരിക്കൊന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ട് വെക്കുകയാണ്. അതിനുശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നിൽക്കണം. അതിനുശേഷം ഞാൻ ഈ മൂടി ഇടുകയാണ്. ഇതിൻ്റെ വെയിറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. വെയിറ്റ് മാറ്റിയിട്ട് ഇതിൻ്റെ മൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്, അതിൽ കൂടരുത്, 2 മിനിറ്റ് ഇതൊന്ന് ഈ ഒരു പ്രഷറിലൊന്ന് വേവാൻ വേണ്ടിയിട്ട് വിടുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് തമാശക്ക് പറഞ്ഞതല്ല. ഈ കുക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് 2-3 മിനിറ്റ് മാക്സിമം ആണ്. അതിന്റെ മുകളിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഞാൻ ആക്കിയപ്പോൾ ഒരു കറുത്തൊരു സാധനമാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. പപ്സ് ആയിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നില്ല, നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മിനിറ്റ് മാക്സിമം ആയാലും ഇതൊന്ന് തുറന്നിട്ട് അതിന്റെ അടിഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. ഇപ്പം കുറച്ചൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയതില്. അപ്പൊ ആ സമയത്ത് ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ സിമ്മിലേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ ഇതിന്റെ അടിഭാഗം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ആവുമ്പോൾ തന്നെ കണ്ടോ, ഇതിന്റെ അടിഭാഗം കുറച്ച് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഓരോ സൈഡിലേക്കായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സൈഡിലേക്കായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്നായി കിട്ടും ഈ പപ്സ് പറയുന്നത്. ഇതിന്റെ ഉള്ളിലത്തെ മസാല ഒക്കെ ഓൾറെഡി വന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഈ ലെയർ മാത്രമേ ഒന്ന് വേവേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ പപ്സ് ഞാൻ എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 5 to 6 മിനിറ്റ് അല്ലാണ്ട് ഇത് കൂടുതൽ എടുക്കൂല. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മോൾ ഭാഗത്തേക്ക് ബ്ലാക്ക് കളർ അടിക്കാൻ തുടങ്ങും. അപ്പൊ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആ ഫോൾഡ് ചെയ്ത സാധനം കുക്കറിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിൽ കുറച്ചൊരു നെയ്യോ അല്ലെങ്കിൽ ഇപ്പൊ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മോൾ ഭാഗം നല്ലൊരു ഗ്ലൈസിങ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയതാ. അപ്പൊ നമ്മുടെ ചൂടോടെയുള്ള ക്രിസ്പി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇത് മൈദ വെച്ചിട്ടല്ല ഗോതമ്പ് വെച്ചിട്ടാക്കിയെന്ന് പറയില്ല, കാരണം അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് കിട്ടുക. അപ്പോൾ ഇതെനിക്കിപ്പോൾ കഴിക്കണം എന്നുണ്ട്, പക്ഷെ ഭയങ്കര ചൂടുള്ളത്, വായു കൊള്ളും ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം ഞാൻ കഴിക്കുന്നില്ല. ഇത് ഉണ്ടാക്കുന്നതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിത് തുടങ്ങിയത് ഒരു 6 മണിയാകുമ്പോഴായിരുന്നു. ഇപ്പം ഇവിടെ 8:45 സമയം. അപ്പൊ പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് പിന്നെ ഷൂട്ടും കൂടി ചെയ്യേണ്ടതുകൊണ്ടാണ് കുറച്ചും കൂടി ടൈം അധികം എടുത്തത്. ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ എന്തായാലും വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുറത്ത്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ രാത്രി ആയിട്ടുണ്ട്, ലൈറ്റൊക്കെ ഓണാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഡിന്നറിനായിരിക്കും കഴിക്കേണ്ടി വരിക.
അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.